നമസ്കാരം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന നിബന്ധന സർക്കാർ ഒഴിവാക്കുന്നു. വിമാനയാത്രയ്ക്ക് മുൻപ് ആന്റിബോഡി ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ ആദ്യ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നത്. വിദേശത്ത് നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളിൽ എത്തുന്ന പ്രവാസികൾ COVID-19 ഇല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്ന് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ വ്യവസ്ഥ വെച്ചത്. 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. വിദേശ നാടുകളിൽ നിന്ന്, വിശേഷിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന് എത്തുന്നവരിൽ കുറെ പേരിൽ കോവിഡ് കണ്ടെത്തുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നിബന്ധന നടപ്പാക്കാനുള്ള സർക്കാർ നീക്കം. ഇത് ഈ മാസം 20-ന് പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി രാജ്യത്തെത്തുന്നവർക്ക് ഇത്തരം നിബന്ധനകൾ ഇല്ലെന്നിരിക്കെ ഈ നിബന്ധന കൊണ്ടുവരുന്നത് പ്രവാസികൾക്കിടയിൽ തന്നെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കൂടാതെ പല രാജ്യങ്ങളിലും വലിയ തുകയാണ് പരിശോധനയ്ക്ക് വേണ്ടി വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഇത് താങ്ങാനാവില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഒമാനിൽ കോവിഡ് ആശങ്ക ഒഴിയുന്നില്ല. 3502 പേരിൽ നടത്തിയ പരിശോധനയിൽ 1006 പേർക്ക് കൂടി ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 571 പേർ പ്രവാസികളാണ്. 3 പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 22,077, മരണസംഖ്യ 99 ആയിരിക്കുന്നു. 41 പേർ സുഖം പ്രാപിച്ചതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 7,530 ഉയർന്നിരിക്കുന്നു. 14,448 പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത്. 43 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 315 ആയിരിക്കുന്നു. ഇതിൽ 94 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പുതിയ രോഗികളിൽ 646 പേരും മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നുള്ള ാണ്. ഇതോടെ മസ്കറ്റ് ഗവർണറേറ്റിലെ കോവിഡ് ബാധിതർ 16,312 ആയിരിക്കുന്നു. 4,990 പേർക്കാണ് ഇവിടെ അസുഖം ഭേദമായത്. സൗദിയിൽ കോവിഡ് മരണം 36. സൗദിയിൽ കോവിഡ് ബാധിച്ച് മലയാളികൾ 36 പേർ കൂടി മരിച്ചു. ആകെ മരണം 893. പുതുതായി 3,921 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതർ 1,19,942. കോവിഡ് മൂലം വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയ UAE വിസക്കാരെ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചെത്തിച്ചു തുടങ്ങി. ദുബായിൽ നീന്തൽ കുളങ്ങൾ തുറക്കാനും ജലകായിക വിനോദങ്ങൾ അനുവദിക്കാനും തീരുമാനം. ഹോട്ടലുകൾ, ഹെൽത്ത് ക്ലബ്ബ്, ജിം ക്ലബ്ബുകൾ, റെസിഡൻഷ്യൽ വാണിജ്യ കെട്ടിടങ്ങൾ തുടങ്ങിയവയ്ക്ക് കർശന നിയന്ത്രണങ്ങളോടെയാണ് തുറക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത്. ഷാർജയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ 30% ജീവനക്കാർ നാളെ മുതൽ ജോലിക്കെത്തും. UAEയിൽ ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം 287 ആയിരിക്കുന്നു. പുതുതായി 513 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതർ 41,499. കുവൈറ്റിൽ ഒരു മലയാളി ഉൾപ്പെടെ 6 പേർ മരിച്ചു. 520 പേർക്ക് കൂടി രോഗം ബാധിച്ചതോടെ രോഗബാധിതർ 34,952 പേരും മരണം 285 ആയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം. ചാർട്ടർ വിമാനങ്ങളിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഒമാനിലെ പ്രവാസി സമൂഹം. നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടത്ര വിമാനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചാർട്ടർ വിമാനങ്ങൾ എന്ന ആശയം ഉയർന്നു വരുന്നതും ആരംഭിച്ചതുമെന്നും മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കൺവീനർ എബ്രഹാം മാത്യു പറയുന്നു. ചാർട്ടർ വിമാനങ്ങൾ എത്തുന്നവർക്ക് മാത്രമായി നടപ്പിലാക്കുന്ന കോവിഡ് പരിശോധന അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കൺവീനർ എബ്രഹാം മാത്യു വ്യക്തമാക്കി. ചാർട്ടർ വിമാനത്തിൽ കേരളത്തിൽ എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയ സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് MCC ഒമാൻ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പുതിയ നിബന്ധന കേരള സർക്കാർ പിൻവലിക്കണമെന്നാണ് ഒമാനിലെ പ്രവാസി സമൂഹത്തിന്റെ ആവശ്യം. മീൻ പിടിക്കാൻ പോയ മലയാളികൾ ഉൾപ്പെടെ 6 പേർ ഇറാനിലെ ദ്വീപിൽ കുടുങ്ങി. ഇറാനിൽ മീൻ പിടിക്കാൻ പോയ മലയാളികൾ അടക്കമുള്ളവർ രാജ്യത്തെ ദ്വീപ് പ്രദേശങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു. ആഹാരവും താമസിക്കാൻ ഇടവുമില്ലാതെ കഠിനമായ ചൂടിൽ ഇനി എന്തെന്നറിയാതെ കഴിയുകയാണ് 6 തൊഴിലാളികൾ. വർഗീസ് ക്ലീറ്റസ്, ആരോഗ്യദാസ്, ഷെൽവം അലക്സാണ്ടർ, ഷിൽവയ്യർ, വിൽസൺ ദാസ്, പ്രതാപ് ഗുണശേഖരൻ, ഡേവിഡ് ആന്റണി, സ്വാമി എന്നിവരാണ് ദ്വീപിൽ അകപ്പെട്ടത്. മത്സ്യബന്ധനം നടത്തി ദുബായ് വിപണിയിൽ എത്തിക്കുകയായിരുന്നു തൊഴിലാളികൾ. 50,000 രൂപ വിസ ചെലവിനായി തമിഴ്നാട്ടിലെ ഏജന്റിന് കൊടുത്താണ് തൊഴിലാളികൾ ദുബായിൽ നിന്ന് മീൻ പിടിക്കാനായി ഇറാനിൽ എത്തിയത്. ഇറാൻ സ്വദേശിയുടെ കീഴിലായിരുന്നു കടലിൽ നിന്ന് പോയിരുന്നത്. അലക്സ് മാത്യു എന്ന മലയാളിയായ ക്യാപ്റ്റനും ഇറാൻ സ്വദേശിയുടെ സഹചാരിയായി കൂടെയുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. കൂടുതൽ പള്ളികൾ തുറന്ന് സൗദി. UAEയിൽ രോഗികൾ 40,000 കടന്നു.
സൗദിയിൽ 77 മുസ്ലിം പള്ളികൾ കൂടി തുറന്നിരിക്കുന്നു. കോവിഡ് ബാധിച്ച് 2 മലയാളികൾ ഉൾപ്പെടെ 38 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 857 ആയിരിക്കുന്നു. പുതിയ രോഗികൾ 3733. UAE രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. 1217 പേർക്ക് കൂടി രോഗം സുഖപ്പെട്ടു. പുതുതായി 479 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികൾ 40,986. 2 പേർ കൂടി മരിച്ചതോടെ UAE മരിച്ചവരുടെ എണ്ണം 286 ആയിരിക്കുന്നു.